എനിക്ക് നാളെ അത്യാവശ്യമായിട്ട് ട്രിവാൻഡ്രം വരെ ഒന്ന് പോകണം. തിരൂരിൽ നിന്നാണ് എനിക്ക് പോകേണ്ടത്. തിരൂരിൽ നിന്ന് ടിക്കറ്റ് നോക്കുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റാണ് കാണിക്കുന്നത്. ഞാൻ നേരെ വടകരന്ന് ടിക്കറ്റ് അവൈലബിലിറ്റി നോക്കി. വടകരന്ന് നോക്കുമ്പോൾ ഏകദേശം 300ഓളം ടിക്കറ്റ് ഉണ്ട്. ഞാൻ നേരെ വടകരന്ന് ടിക്കറ്റ് എടുത്ത് തിരൂർ ബോർഡിംഗ് പോയിന്റ് ആക്കി കൊടുത്തു. ബോർഡിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കയറേണ്ട സ്ഥലം. അപ്പോൾ നമുക്ക് എവിടുന്ന് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് ബോർഡിംഗ് പോയിന്റ് നമുക്ക് മാറ്റി കൊടുക്കാം. അതെങ്ങനെ മാറ്റുകയെന്നുള്ളല്ലേ നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ IRCTCയുടെ റെയിൽ കണക്റ്റ് എന്ന് പറഞ്ഞ ആപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. റെയിൽ കണക്റ്റ് IRCTC റെയിൽ കണക്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തു, ലോഗിൻ ചെയ്തു. ഞാൻ ട്രെയിന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്, ബുക്ക് ടിക്കറ്റ്. അപ്പം ഞാൻ തിരൂരിൽ നിന്ന് നോക്കുകയാണ് ട്രിവാൻഡ്രത്തോട്ട് 13:181 ഈ ട്രെയിനാണ്. മോർണിംഗ് ഉള്ള ട്രെയിനാണ്, ഉച്ചയ്ക്ക് എത്തുന്ന ട്രെയിനാണ് നോക്കുന്നത്. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 13-ാം തീയതി 32 കാണിക്കുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റ് 32. കൺഫേം ആവുന്ന ഒരു ഉറപ്പുമില്ല. 150 രൂപയാണ് ഫെയർ വരുന്നത്. അപ്പോൾ നമ്മൾ തിരൂരിൻ്റെ മുന്നത്തെ സ്റ്റോപ്പ് നോക്കുക, മുന്നത്തെ സ്റ്റേഷൻ നോക്കുക, കാലിക്കറ്റ്. തിരൂരിൻ്റെ മുന്നത്തെ സ്റ്റോപ്പ് കാലിക്കറ്റാണ്. കാലിക്കറ്റ് നമ്മൾ നോക്കി, സെയിം ഡേറ്റ് സെയിം ട്രെയിന്. കാലിക്കറ്റ് 6:10 കാലിക്കറ്റിൽ നിന്ന് സെയിം വെയിറ്റിംഗ് ലിസ്റ്റ് 32. തിരൂരിൽ നിന്നും കാലിക്കറ്റിൽ നിന്ന് ഒരേ വെയിറ്റിംഗ് ലിസ്റ്റാണ്. ഫെയർ വരുന്നത് 5 രൂപ കൂടുതൽ 195 രൂപയാണ്. അപ്പോൾ കാലിക്കറ്റിൽ നിന്ന് 32 വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പില്ല കിട്ടുന്നത്. അപ്പോൾ നേരെ അതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേഷൻ വടകര എടുക്കുക. വടകര BDJ എന്നാണ് കാണിക്കുക. വടകരയിൽ നിന്ന് സെയിം ട്രെയിന് സെയിം ഡേറ്റ് നമുക്ക് നോക്കാം. വടകരയിൽ നിന്ന് 5:28 സെയിം 120:81 എന്ന് പറഞ്ഞ ട്രെയിന്. വടകരയിൽ നിന്ന് എത്ര ടിക്കറ്റ് ഉണ്ട് നോക്കാം. 338 ടിക്കറ്റ് വടകരയിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഫെയർ 200 രൂപ. അതായത് തിരൂരിൽ നിന്ന് 190, കാലിക്കറ്റ് 195, വടകര എന്ന് 200 രൂപ. ചെറിയ ഡിഫറൻസ് ഉള്ളൂ, 10 രൂപ മാറ്റുള്ളൂ തിരൂർ ടു വടകര ടിക്കറ്റ് ഫെയർ. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്യാം, നമുക്ക് ടിക്കറ്റ് എടുക്കാം. വടകരയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് വടകരയിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. പാസഞ്ചർ സെലക്ട് ചെയ്ത് വടകര ബോർഡിംഗ് സ്റ്റേഷൻ ബോർഡിംഗ് മാറ്റാം. നമുക്ക് നമ്മൾ തിരൂരിൽ നിന്നാണ് കയറുന്നത്. എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബോർഡിംഗ് എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. കൊല്ലം വരെ ട്രിവാൻഡ്രത്തിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേഷൻ കൊല്ലം വരെ നമുക്ക് ബോർഡിംഗ് സെലക്ട് ചെയ്യാം. ഏത് ബോർഡിംഗ് ആണെങ്കിലും. അപ്പോൾ നമുക്ക് തിരൂരിൽ നിന്നാണ് കയറുന്നത്. അപ്പോൾ തിരൂർ സെലക്ട് ചെയ്തു നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഓക്കെ 200 പ്ലസ് ചെറിയ ഒരു പിന്നെ ആപ്പിൻ്റെ ഒരു ചാർജും കൂടി വരും, 210 രൂപ വരും. അപ്പോൾ ആ ചാർജ് മാത്രമേ വരുള്ളൂ നമുക്ക്. നേരെ മറിച്ച് നമ്മൾ ടിക്കറ്റ് ഇല്ലാണ്ട് കയറുക വെച്ചാൽ 500 രൂപയോളം 500 സംതിങ് രൂപയോളം ഫൈനും കൊടുക്കണം ട്രിവാൻഡ്രത്തേക്ക്. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് കൺഫേമായി നമ്മൾ പ്രോസസ്സ് ക്യാപ്ചയൊക്കെ അടിച്ച് ഫില്ല് ചെയ്ത് ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. നമുക്ക് ഗൂഗിൾ പേ വെച്ചിട്ടൊക്കെ എല്ലാം പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.